السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിൻ്റെ ഓരോരോ ദിനരാത്രങ്ങൾ നമ്മളിലൂടെ കടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പവിത്രമാക്കപ്പെട്ട റജബ് മാസം നമ്മൾ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിൽ ധാരാളം അമലുകൾ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ, ജീവിതം മഹത്വമാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട്. മറ്റുള്ളവരിലേക്ക് മജ്ലിസ് ഷെയർ ചെയ്യുന്നവരുണ്ട്, അറിയിച്ച് എത്തിക്കുന്നവരുണ്ട്. ഈ മജ്ലിസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം പ്രയത്നിക്കുന്നവരുണ്ട്. നമ്മുടെ മജ്ലിസാണ്, ഇതൊരു ഇൽമു പറയുന്ന മജ്ലിസാണ്. ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ മജ്ലിസിലെ ഒരു അംഗമാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക. ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അമല് പറയുന്നത് സ്വീകരിക്കുക, അമല് പറയുന്നത് സ്വീകരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ ഒരു ഹാദ്യമായിട്ട് മുന്നോട്ട് വരണം. എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരു ഹാദ്യമായിട്ട്, മറ്റുള്ള പരിപാടിക്കല്ലല്ലോ, മറ്റുള്ള പേക്കൂത്തിനും ഗാനമേളക്കുമല്ല നിങ്ങളൊരു ഹാദ്യമായിട്ട് വിളിക്കുന്നത്. മജ്ലിസ്, അതായത് ഇൽമു പറയുന്ന മജ്ലിസിൽ ഒരു ഹാദ്യമായി കൂടാൻ കഴിയാന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമാണ്, അമൂല്യമായിട്ടുള്ള നിധിയാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഇതിൻ്റെ ഒരു ഹാദ്യമായിട്ട്, ഇതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട്, ഇതിൻ്റെ ഒരു പ്രവർത്തകനായി അല്ലെങ്കിൽ പ്രവർത്തികയായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിൽ ലൈവ് മജ്ലിസ് ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങണം. അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു അമലാണ്. അത് പറയാനുള്ള കാരണം, അത് പവർഫുൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് പവർഫുള്ളായിട്ടുള്ള അമലാണ്, ഇതൊരു അത്ഭുത അമലാണെന്നുള്ള പറയാനുള്ള കാരണം, ഇതൊരു അത്ഭുതകരമായിട്ടുള്ള അമലായതുകൊണ്ടാണ്. എന്താണ് അമല്? ധാരാളം ആളുകൾ എന്നെ സമീപിക്കുന്നവർ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്നവർ പറയുന്നതാണ്, മകൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, കുറേ ഭാഗങ്ങളെ ഇൻ്റർവ്യൂക്ക് വിളിച്ചു, അതിലൊക്കെ അവൻ അറ്റൻഡ് ചെയ്ത് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നില്ല. നിങ്ങളെ റൂമിലാണ്, വിദേശത്താണ്, അല്ലെങ്കിൽ നാട്ടിലാണ്, ജോലി ലഭിക്കുന്നില്ല. ഞാൻ എന്ത് കാര്യങ്ങളിലേക്കും ഇറങ്ങിയാലും, മകൻ എന്ത് കാര്യങ്ങളിലേക്കും ഇറങ്ങിയാലും അതിലൊക്കെ തടസ്സമാണ്. അത് പരിപൂർണമായിട്ട് അതൊരു ഫതഹത്തിലേക്ക് എത്താറില്ല. കേട്ടോ, അതൊരു ഫതഹത്തിലേക്ക് എത്താറില്ല. ഞാൻ എങ്ങോട്ടും ഇറങ്ങിയാലും അത് വിജയകരമായി പൂർത്തീകരിക്കാറില്ല. എനിക്ക് ബിസിനസ്സാണ്, കച്ചവടമാണ്, അതിലേക്ക് ഇറങ്ങിയാൽ എനിക്കൊരു വിജയം ലഭിക്കുന്നില്ല. നമ്മൾ എന്ത് കാര്യത്തിലേക്കും ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ഒരു ഇസ്മ, ഇൻഷാ അല്ലാഹ്, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് ഉപകാരപ്പെടും.
എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ എപ്പോഴും നമുക്ക് ഉപകാരപ്പെടും. ഏത് വഴിക്ക് നമ്മൾ ഇറങ്ങിയാലും നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ഈ പറയുന്ന രീതിയിൽ മഹാന്മാർ പറഞ്ഞ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ചൊല്ലേണ്ടത്. വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. അതിന് കുറച്ച് രീതികളുണ്ട്. ആ രീതിയിൽ ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യത്തിലേക്ക് പോയാലും, ഇന്റർവ്യൂയിലേക്ക് പോയാൽ അവിടെ പാസ്സാകും. ജോലി തേടി പോയാൽ ആ ജോലി ലഭിക്കും, മകനക്ക് ലഭിക്കും. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, എൻ്റെ മകനക്ക് വേണ്ടി അവനതൊന്നും ചെയ്യൂല തങ്ങളെ. അവന്റെ കാര്യം ആലോചിച്ചിട്ട് ബേജാറാണ്, ടെൻഷനാണ്, ഇടങ്ങേറാണ്, പ്രയാസമാണ്. 3 മാസമായി അവൻ റൂമിലാണ്, 4 മാസമായി റൂമിലാണ്. അങ്ങനെ പറയുന്നവരുണ്ട്, പ്രയാസങ്ങൾ പറയുന്നവരുണ്ട്. അവൻ പറഞ്ഞാൽ അതൊന്നും കേൾക്കൂല. ഇവിടെ വരാത്തവർക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് മജ്‌ലിസിൽ നമ്മൾ പറയുന്നത്. വരുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി അതിൻ്റെ കാര്യങ്ങൾ, കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരോടും ഞാൻ ഈ അമലുകൾ ചെയ്യാൻ പറയാറുമുണ്ട്. ഇൻഷാ അല്ലാഹ് അവരതൊന്നും കേൾക്കൂല. എനിക്ക് ചൊല്ലാൻ പറ്റൂ തങ്ങളെ, അവൻ്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ അവരുടെ ഭാര്യയാണ്, എനിക്ക് ചൊല്ലാൻ പറ്റൂ. വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കും ചൊല്ലാം. ഈ രീതിയിൽ ഈ ഇസ്മിനെ ചൊല്ലിക്കഴിഞ്ഞാൽ ജോലി ലഭിക്കും. വിവാഹാന്വേഷണത്തിന് പോവാണ്, അതിലൊക്കെ റാഹത്ത് ലഭിക്കാൻ, ആ വിവാഹം കൂട്ടി യോജിക്കാൻ വേണ്ടി തടസ്സങ്ങളാണ്, എല്ലാം തടസ്സങ്ങളാണ്. ഒരു പെണ്ണിനെ കണ്ടു വന്നിട്ടുണ്ട് നിങ്ങൾ, അത് റെഡിയാവോ, ഇങ്ങനെ ചെയ്യും റെഡിയാകും. അല്ലെങ്കിൽ ബിസിനസ്സിന് പോയിട്ടുണ്ട്, ബിസിനസ് സംസാരിക്കാൻ പോയിട്ടുണ്ട്, അതിൽ ഫതഹത്ത് ലഭിക്കാൻ ഇങ്ങനെ ചെയ്യും. ഏത് റൂട്ടിൽ നമ്മൾ ഹൈറായി, ഏത് ഹലാലായി, ഏത് റൂട്ടിൽ നമ്മൾ ഇറങ്ങിയാലും അവിടെ വിജയം ലഭിക്കാൻ പറ്റുന്ന ഒരു ഇസ്മ എല്ലാവർക്കും ചെല്ലാം. കൂടുതലൊന്നുമില്ല, ചെറിയ കുഞ്ഞൻ അമലാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ചൊല്ലാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഓരോരോ ഇസ്മും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് അവരത് വിജയകരമായി പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മൾ മജ്‌ലിസിലൂടെ പറയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇത് എപ്പോഴും പറഞ്ഞ് നിങ്ങളടുത്തൊരു പ്രയാസം സൃഷ്ടിക്കണ്ട എന്നുള്ള നിലക്കാണ്. ഇത് മറ്റുള്ളവരിലേക്ക് ഞാൻ പകർന്നു കൊടുക്കുന്നതാണ്, അവർക്ക് വലിയ റാഹത്തായി. തങ്ങളെ ഞാനത് പോയപ്പോൾ ഹൈറായി, എനിക്ക് ജോലി ലഭിച്ചു, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടി, വിവാഹം റെഡിയായി, ഇൻഷാ അല്ലാഹ്. അത് പറയുമ്പോഴാണ് മജ്‌ലിസിലേക്കും മറ്റുള്ളവർ, ധാരാളം ആളുകൾ നമ്മളെ മജ്‌ലിസിൻ്റെ അംഗങ്ങളാണല്ലോ, ധാരാളം ആളുകൾ അവർക്കും ഇതൊരു ഉപകാരപ്പെടട്ടെ എന്നുള്ള നിലക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസിൽ പറയുന്നത്. അല്ലാഹുവേ നീ പ്രാവർത്തികമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാൻ. ഏതാണ് ആ ഇസ്മ, എങ്ങനെയാണ് ഞങ്ങൾ ചൊല്ലേണ്ടത്? അത് പറയുന്നതിന് മുമ്പ് ധാരാളം ആളുകൾ നമ്മളെ മജ്‌ലിസിലേക്ക് വിളിക്കുന്നവരുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അകത്തുനിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നവർക്കറിയാം. നമ്മളെ മജ്‌ലിസിലേക്ക് നേരിട്ട് സമീപിക്കുന്നവർ, കൺസൾട്ടിങ്ങിന് വരുന്നവർക്കറിയാം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഇവിടത്തേക്ക് വരുന്നതെന്ന്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ, ഇതര സ്റ്റേറ്റുകളിൽ നിന്ന്, കർണാടക പോലുള്ള, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന്, എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ, നമ്മളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന എൻ്റെ ദ്വീപുകാർ, എൻ്റെ പ്രവാസികൾ, ഓരോരോ പ്രയാസം ഉണ്ടാവുമ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് വിളിക്കുന്ന ആളുകൾ, അവരെ ബിസിനസ് സംബന്ധമായി, ജോലി സംബന്ധമായി ഒരു ഇടങ്ങേറ് വന്നാൽ നേരിട്ട് മജ്‌ലിസിലേക്ക് വിളിക്കുന്നവർ, അതിൻ്റെ പരിഹാരങ്ങൾ തേടുന്നവർ, ലീവെടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്നവർ, ധാരാളം ആളുകളാണ് വിളിക്കുന്നത്. അവരൊക്കെ ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിങ് ഉള്ളത്, ഇനി എന്നാണ് വീട്ടിൽ നോട്ടമുള്ളത്, ഇനി വരുന്ന ശനിയാഴ്ചയാണ് നോട്ടമുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കാം. ശനിയും തിങ്കളുമാണ് നോട്ടമുള്ളത്, എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നോട്ടം. ഇതിലിടങ്ങി എന്തെങ്കിലും ദിവസം മറ്റുള്ള രാജ്യങ്ങളിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് അറിയിക്കും.
ധാരാളം ആളുകൾ പല പ്രയാസവുമായിട്ട് നീറുന്ന ഇടങ്ങേറുകൾ, വേവലാതികൾ, ബുദ്ധിമുട്ടുകൾ, സങ്കട കണ്ണീരുമായി എന്നെ സമീപിക്കുന്ന ആളുകൾ, അല്ലാഹുവേ അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവർക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അവരെ നീറുന്ന പ്രയാസങ്ങൾ, വേവലാതികളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഇടങ്ങേറുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അല്ലാ, നീ തീർത്തു കൊടുക്കണേ അല്ലാ. നീ തീർത്തു കൊടുക്കണേ അല്ലാ. നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, സിഹർ പോലുള്ള, കൈവശം പോലുള്ള മറ്റുള്ള മാരണങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, കണ്ണീറിന്റെ പ്രയാസങ്ങൾ, നാപ്പോരിന്റെ പ്രയാസങ്ങൾ, അങ്ങനെ ധാരാളം ഇടങ്ങേറുകളിൽ പൈശാചികമായ സർപ്പദോഷം, ഇണക്ക പ്രയാസങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, അങ്ങനെ പല ജാതി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ സമീപിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ നീ സംരക്ഷണം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവൽ അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കണേ അല്ലാ. അവരെ പ്രയാസങ്ങൾ ഉപ്പാപ്പമാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഇസ്മിലേക്ക് കടക്കാം. ഏതാണ് ആ ഇസ്മ, എങ്ങനെയാണ് ഞങ്ങൾ ചൊല്ലേണ്ടത്? നിങ്ങൾ ഏതെങ്കിലും ഹൈറായ ഹലാലായ ഒരു ഉദ്ദേശം വെച്ച് അത് പൂവണിയണം എന്നുള്ള നിയ്യത്തോടു കൂടി വെച്ച് പോകുന്ന സമയത്ത് നിങ്ങളുടെ വലത് കൈ എല്ലാവരും വലത് കൈ കണ്ടില്ലേ? അതിൻ്റെ ഉൾഭാഗം വലത് കൈയിൻ്റെ ഉള്ളനടി എന്ന് പറയും. ഉള്ളനടി കണ്ടോ? ഈ ഉള്ളനടി ഇടത്തെ നെഞ്ചിന്റെ മുകളിൽ അങ്ങ് വെക്കുക. ഇതുപോലെ ഞാൻ വെച്ചതുപോലെ ഇടത് നെഞ്ചിന്റെ മുകളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലണം. എത്ര പ്രാവശ്യം? കുറച്ച് പ്രാവശ്യമുള്ളൂ, കൂടുതലൊന്നും. നിങ്ങൾ പോകുന്നതിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ താമസിക്കുന്ന താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, ഫ്ലാറ്റിലാണെങ്കിൽ ഫ്ലാറ്റിൽ, ഗൾഫിലെ റൂമിലാണെങ്കിൽ റൂമിൽ, ഏത് ഭാഗത്തു നിന്നും ആ വഴിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ വലത് കൈയിൻ്റെ ഉള്ളനടി, ഉൾഭാഗം, വെള്ളയുള്ള ഭാഗം ഇടത്തെ നെഞ്ചിന്റെ മുകളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലണം. എൻ്റെ മുത്തുമോമിനീങ്ങൾ. ഒരു 5 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. എന്താണ് ചൊല്ലേണ്ടത്? എന്താണ് എൻ്റെ ചൊല്ലേണ്ടത്? എൻ്റെ മുത്തുമോമിനീങ്ങൾ, എന്താണ് ചൊല്ലേണ്ടത്? യാ ഗനിയ്യു യാ മുഈനി യാ അല്ലാഹ്. സ്ക്രീനിൽ കാണുന്നത് പോലെ യാ ഗനിയ്യു യാ മുഈനി യാ അല്ലാഹ്, യാ ഗനിയ്യു യാ മുഈനി യാ അല്ലാഹ്, യാ ഗനിയ്യു യാ മുഈനി യാ അല്ലാഹ്, യാ ഗനിയ്യു യാ മുഈനി യാ അല്ലാഹ്. യാ ഗനിയ്യു യാ മുഈനി യാ അല്ലാഹ്. ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും, എന്ത് മുറാദ് കരുതി പോവുകയാണെങ്കിലും ആ മുറാദ് അള്ളാഹു ഹസനാക്കി അള്ളാഹു നീ നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. ഓരോരോ അമൽ പറയുമ്പോൾ അത് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആളുകൾ എനിക്ക് വേണ്ടിയാണ്, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടി ഉപകരിക്കും, എനിക്ക് വേണ്ടി ഉപകരിക്കുന്നു പറഞ്ഞുകൊണ്ട് നോട്ട് ബുക്കിൽ ഇത് രേഖപ്പെടുത്തുന്ന ആളുകൾ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് അല്ലാഹുവേ ആ അമൽ കൊണ്ട് അമലെടുക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. നീ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഇടങ്ങേറുകളെ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുസീബത്തുകളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീന എന്ന ഒരു നിലക്കും ഞങ്ങളെ കൊയക്കല്ലേ അല്ലാഹ്, നീ തളർത്തല്ലേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഈ അമല് ഞങ്ങളിതാ ചെയ്യാൻ തീരുമാനിച്ചു അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹൈറായ ജോലി എൻ്റെ മകൻക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. ഹൈറായ ജോലി എൻ്റെ ഭർത്താവിനെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ഹൈറായ കാര്യങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ മജ്ലിസ് കാണുന്നത് അല്ലാഹുവേ
നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്, നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹ്, നീ കാവലേഖണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവൽ അവർക്ക് കൊടുക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിലല്ലോ നീ കൊടുക്കണേ അല്ലാഹ്, അവരെ സകനാത്ത് ഹറകാത്ത് അഫ്ആലുകളിൽ നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിന്റെ ഖാദിമീങ്ങൾ മജ്ലിസിന് വേണ്ടി ഖിദ്മ ചെയ്യുന്നവർ അല്ലാഹുവേ നീ കൊയക്കല്ലേ അല്ലാഹ്, നീ തളർത്തല്ലേ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഈ മജ്ലിസിനെ ഉയർത്തുന്നവരല്ലാഹ്, അവരെ നീ ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പാപ്പ ജമലുൽ പാപ്പാന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് അവരെ ഉയർത്തണേ അല്ലാഹ്, അവരെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്, അവർക്ക് ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിമാനം നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്, അഭിമാനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്, കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്, കാത്ത് സംരക്ഷിക്കണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഇരു കരങ്ങൾ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഈ മജ്ലിസ് കാണുന്നവരിൽ വലിയ വിഷമത്തിലിരിക്കുന്ന ആളുകളുണ്ട്, വലിയ പ്രയാസത്തിലിരിക്കുന്ന ആളുകളുണ്ട്, ഞാൻ അറിയുന്ന ആളുകളുണ്ട്, എന്നുമായി ബന്ധപ്പെടുന്നവർ നിരന്തരം ഞങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിന് ദുആ ചെയ്യണേ. വലിയ ഇടങ്ങേറിലാണ്, വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളെ ദുആ ചെയ്യണേ, തങ്ങളെ ദുആ മാത്രമാണ് ഞങ്ങളെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് മജ്ലിസ് സ്ഥിരമായി കാണുന്നവരുണ്ട്. ഒരു മജ്ലിസ് കണ്ടാൽ മുന്നേ പറഞ്ഞതുപോലെ കണ്ടില്ലെങ്കിൽ അത് അടിച്ച് തപ്പിയെടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഈ ഇൽമിനെ ഷെയർ ചെയ്യുന്നവരുണ്ട്. അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് അവർക്കെല്ലാം നീ തക്കതായ പ്രതിഫലം നീ കൊടുക്കണം അല്ലാഹ്. ഇൽമിന്റെ മജ്ലിസ് ആണല്ലോ ഇവിടെ പറയുന്ന ഓരോരോ ഇൽമിന്റെയും ഓരോരോ അമലിന്റെയും അല്ലാഹുവേ ഹഖ് ബർക്കത്ത് കൊണ്ട് അവരെ സകലമായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ഓരോരോ ഹഖ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ സകലമായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ പരിപൂർണ്ണ നിലക്ക് നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. ഇഖ്ലാസോടുകൂടി നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. ആമീൻ പറഞ്ഞോ. വീട്ടിലുള്ളവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരുന്ന് ഇൻഷാ അല്ലാഹ് ആമീൻ പറയും. അതാണല്ലോ കൂട്ടമായിട്ടുള്ള നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഈ കൂട്ടമായിട്ടുള്ള ദുആ, ഈ സയ്യിദി മജ്ലിസിന്റെ കൂട്ടായ്മ, നമ്മൾ മജ്ലിസ് കാണുന്നത് എല്ലാവരും ഇരുത്തിക്കൊണ്ടായിരിക്കണം. നമ്മുടെ മക്കളുണ്ടാവും, പേരമക്കളുണ്ടാവും, മരുമക്കളുണ്ടാവും, എല്ലാവരും കൂടി ഇരുത്തിയാണ്ട് ദുആ ചെയ്യുക. ആമീൻ എടുക്ക്, ഒറ്റക്കെടുക്കല്ലേ, എല്ലാവരും കൂട്ടി വിളിച്ച് ആമീൻ എടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവിനെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഈ സയ്യിദി മജ്ലിസിൽ രോഗികളാണ് അല്ലാഹ്. രോഗശമനം നീ കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, സ്ട്രോക്ക് നൽകല്ലേ അല്ലാഹ്, ബ്ലോക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കാലുവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മാറാത്ത കാലുവേദന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഇബാദത്തിന് തടസ്സപ്പെടുന്ന അല്ലാഹുവേ അവയവ സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. നീ രോഗികൾ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഡയാലിസിസ് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. കിഡ്നിയിൽ സ്റ്റോണിന്റെ പ്രയാസങ്ങൾ പറയുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. ലിവർ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ഫാറ്റ് ലിവറിന്റെ പ്രയാസം
പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹെർണിയയുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. വയറ് സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. വയറ്റിൽ അല്ലാ പുണ്ണ് വന്നവരല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. വയറ്റിൽ മുഴ വന്നവരല്ലാ അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. തല സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മൈഗ്രെയിൻ പോലുള്ള തലവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, പരിപൂർണ്ണ ആജിലായ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാ. മാറാത്ത തലവേദന അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, തന്നുകൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നല്ല കേൾവി ശക്തി അല്ലാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കാഴ്ച ശക്തി മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, പരിപൂർണ്ണ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. നല്ല കാഴ്ച ശക്തി അല്ലാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. തിമിരം വന്ന് കാഴ്ച ശക്തി കുറഞ്ഞു പോയവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, പരിപൂർണ്ണ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാ. മൂക്കിനകത്ത് ദശ വന്ന് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇത്തരം അസുഖങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അല്ലാഹുവേ പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ, നീ മാറ്റല്ലേ തമ്പുരാനെ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. അത്തരം അസുഖം ഞങ്ങൾ പരീക്ഷിക്കല്ലേ അല്ലാ, പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ഒരു പ്രവാസിക്കുള്ള പ്രയാസം കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ എൻ്റെ ഒരു പ്രവാസിക്ക് കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും അത്തരം അവസ്ഥകൾ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. അവരെ ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, അവരെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കഫീലിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, തനാസുലിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇഖാമയുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ധാരാളം പ്രവാസികളുണ്ട് അല്ലാ. അല്ലാഹു അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കണേ അല്ലാ, അതിൽ നിന്നൊക്കെ സലാമത്ത് കൊടുക്കണേ അല്ലാ. മകന്റെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. മകൻ അല്ലാഹു അറബിക്കടലിൽ കൊടുന്ന അക്കരയാണ് തങ്ങളെ, ജോലി തേടിപ്പോയതാണ്, റൂമിലാണ് തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലിനെ അടുപ്പിക്കണേ അല്ലാ. ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. മക്കളുടെ കല്യാണ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിക്കണേ തമ്പുരാനെ. മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിന് ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാ, നല്ല പൊന്നു മക്കളാക്കണേ അല്ലാ. ദീനിന് ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാ. പ്രൗഢികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ, തമ്മാടികളും ആക്കല്ലേ അല്ലാ. റഹ്മുർ റഹീമീനായ തമ്പുരാനെ, എൻ്റെ ദ്വീപ് നിവാസികൾ, ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന എൻ്റെ ദ്വീപുകാർ നീ കൊയക്കല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും നീ കാത്തോളണേ അല്ലാ, കാത്തു സംരക്ഷിക്കണേ അല്ലാ. ഞാൻ പറഞ്ഞ എല്ലാ
പ്രയാസങ്ങളും നീ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ല. ഒരു പ്രയാസം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ല. ഞാൻ പറഞ്ഞ ഒരു പ്രയാസങ്ങളും അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ല. അതിൽ നിന്നൊക്കെ ഒരു കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ല. നീ നൽകണേ അല്ല. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് വലിയ കാവൽ നൽകണേ അല്ല. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് ഞങ്ങളെ സമീപിക്കുന്നവരുണ്ട് അല്ലാ. ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് സമീപിക്കുന്നവരുണ്ട് അല്ലാ. ഇടങ്ങേറുകൾ പറഞ്ഞ് സമീപിക്കുന്നവരുണ്ട് അല്ലാ. ധാരാളം ആളുകൾ കാണുന്ന മജ്‌ലിസാണ് അല്ലാ. ഒരാൾ ആമീൻ പറഞ്ഞാൽ ഞങ്ങളെ ദുആ മുതലായി അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. അവരെല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരെല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ. ഞങ്ങളെ തളർത്തല്ലേ അല്ലാ. ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. മറ്റുള്ളവന്റെ മുന്നിൽ പോയി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. തല കുനിക്കേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. മുട്ടുമടക്കേണ്ട അവസ്ഥ നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്തു കഴിഞ്ഞാൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചു. ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്. നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ് അപകട മരണങ്ങളോ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാഹ്. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്. ഈ റജബ് മാസത്തിൽ ധാരാളം അമലുകൾ ചെയ്തു അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ ഈ മാസത്തെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കത്തിക്കരിയുന്ന ഭീകരമായ നരകമല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. ഹറാമാക്കണേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ആരംഭപ്പൂവായി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്. ഹുദവി നൽകണേ അല്ലാഹ്. ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. ഈ സയ്യിദിയ മജ്‌ലിസിനെ സ്നേഹിച്ചവർ ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാഹ്. അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. അവർക്ക് മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. അവർ ചെയ്ത എല്ലാ നന്മകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തിന് ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ്. 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാൽ നിന്ന പൊന്നുമ്മ ഖബറിലാണ് അല്ലാഹ്. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി തീർന്നതുപോലെ ഒരുകിത്തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണേ അല്ലാഹ്. അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോടെ നീ വിശാല നൽകണേ അല്ലാഹ്. നീ വിശാല നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. നീ സംരക്ഷിക്കണേ അല്ലാഹ്. നീ അവർക്ക് കാവൽ കൊടുക്കണേ അല്ലാഹ്. കാവൽ കൊടുക്കണേ അല്ലാഹ്. അവർക്കൊരു ബുദ്ധിമുട്ടും നീ കൊടുക്കല്ലേ അല്ലാഹ്. അവർക്കൊരു ഇടങ്ങേറും നീ കൊടുക്കല്ലേ തമ്പുരാനെ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെപ്പോഴും മജ്‌ലിസിൽ പറയുന്നത് പോലെ നമ്മളെ മജ്‌ലിസ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പോസ്റ്റർ കാണും.
സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ ഇരു ഹറമുകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്ന ആഗ്രഹമുള്ള ആളുകൾ, ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മളെ കൂട്ടത്തിലുള്ളവരും നമ്മളെ കുടുംബത്തിലുള്ളവരും നമ്മളെ അയൽവാസികളുള്ളവരും നമ്മളുമായി ബന്ധപ്പെടുന്നവരും ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിനെ അവരിലേക്കും ഇൻഷാ അല്ലാഹ് എത്തിച്ചു കൊടുക്കുക. ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഇനി കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്യുക, സീറ്റുകൾ ഉറപ്പുവരുത്തുക. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെല്ലാൻ മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്നും നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പോയവർക്ക് ഇനിയും പോവാൻ അല്ലാഹ് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുവാനാകട്ടെ. എല്ലാം കൊണ്ട് നിങ്ങൾക്ക് റാഹത്താണ്. അതിൻ്റെ സാമ്പത്തികമായ വശങ്ങൾ നോക്കുകയാണെങ്കിലും, റൂം സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിലും, ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിലും ധാരാളം ചരിത്രപ്രസിദ്ധമായ ഇടങ്ങൾ ഇൻഷാ അല്ലാഹ്, ചരിത്രപ്രസിദ്ധമായ ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു പോവാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുവാനാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.